I would like to present my latest short story, The Bed of Thorns, before you all. I would be doing this in both English and Malayalam. എൻ്റെ ഏറ്റവും പുതിയ ഷോർട്ട് സ്റ്റോറി ദ ബെഡ് ഓഫ് തോൺസ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. റീഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ബോത്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, സോ ദ ഹോസ്പിറ്റൽസ് വെർ ഫുൾ വിത്ത് ദ നമ്പർ ഓഫ് ഡെത്ത്സ് increasing drastically, and the nurses were fearlessly battling the pandemic, irrespective of the low pay and the increased work pressure. ഹോസ്പിറ്റൽസ് എല്ലാം രോഗികളാൽ നിറയുന്നു. ഒത്തിരി മരണങ്ങൾ സംഭവിക്കുന്നു. നേഴ്സസ് എല്ലാം ധീരതയോടെ ഈ പാൻഡമിക് സിറ്റുവേഷനെ, ഇതിനെ ഒരു ബാറ്റിൽ പോലെ ഇതിനെയെല്ലാം ഫേസ് ചെയ്യുവാണ്. അവരുടെ സാലറീസ് കുറവാണ്, വർക്ക് പ്രഷർ കൂടുതലാണ്, എങ്കിലും അവരെല്ലാവരും ഫൈറ്റ് ചെയ്യുന്നു, ബാറ്റിൽ ചെയ്യുന്നു നമ്മളുടെ എല്ലാം ആരോഗ്യത്തിന് വേണ്ടി. ലേന ഹാഡ് ജസ്റ്റ് കംപ്ലീറ്റഡ് ഹെർ ഷിഫ്റ്റ് ആൻഡ് വാസ് ബാക്ക് ടു ദ ഡ്രസ്സിംഗ് റൂം ഓഫ് ദ നഴ്സസ്. ലേന എന്നൊരു നേഴ്സ് തൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്നതാണ് ഡ്രസ്സ് മാറാനായിട്ട്. So Viji was sitting there wearing the PPE kits, waiting to start her shift, but Lena found her low as she was keeping her head down and relentlessly sobbing. പക്ഷേ അവിടെ തൻ്റെ സുഹൃത്തായ വിജിയെ കാണാൻ സാധിച്ചു. വിജി വളരെയധികം PPE കിറ്റൊക്കെ ഇട്ട് റെഡിയാണ് അടുത്ത ഷിഫ്റ്റിന് വേണ്ടി. പക്ഷേ ഷീ സീം ടു ബി വെരി ലോ. ഭയങ്കര സങ്കടമുള്ള ഒരു ഫീലിംഗ് ആയിട്ട് തോന്നി. കാരണം അവൾ കൈകൾ പൊത്തി, മുഖമൊക്കെ കൈ പൊത്തി കരയുമായിരുന്നു. Lena attended her and pacified her, asking her what the issue was all about. ലേന അവളെ സമാധാനിപ്പിച്ചു. അവളുടെ അടുത്ത് എന്ന് ചോദിച്ചു, എന്താണ് ഇഷ്യൂ, എന്തുകൊണ്ടാണ് കരയുന്നത്. Viji whimpered, when one is doing her best to keep up the vow of marriage, how hurtful it will be to feel cheated and rejected. ഒരു പെണ്ണ് എത്രത്തോളം ശ്രമിക്കുന്നു തൻ്റെ കല്യാണത്തിനെ രക്ഷിക്കാൻ, എന്നിട്ടും അവളെ അവോയ്ഡ് ചെയ്യുവാണ് എങ്കിൽ അവൾക്ക് എന്ത് വേദനയായിരിക്കും തോന്നുക. അവളുടെ ഹസ്ബൻഡ് അവളെ ചീറ്റ് ചെയ്യുവാണ്, അവളെ പരിഗണിക്കുന്നേ ഇല്ലെങ്കിൽ എന്ത് ഫീലിംഗ് ആണ് തോന്നുക. Calm down, Viji. There is a solution for everything. What is it that is bothering you? You can share with me if you feel free. After all, being friends is not just about sharing happiness alone. It is all about sharing anything and everything. ലേന പറയുവാണ്, വിജി നീ വിഷമിക്കാതെ, എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. നീ എന്തിന് വറി ചെയ്യുന്നു? നമുക്ക് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ ഫ്രണ്ട്സ്, നിനക്ക് എന്നോട് എന്ത് വേണേൽ ഷെയർ ചെയ്യാം. ഫ്രണ്ട്സ് ആയിരിക്കുക എന്നുള്ളത് സന്തോഷങ്ങൾ പങ്കുവെക്കാൻ മാത്രമല്ലല്ലോ, സങ്കടങ്ങളും എന്ത് ഫീലിങ്സ് ഉണ്ടെങ്കിലും അത് ഷെയർ ചെയ്യാൻ പറ്റുന്നതല്ലേ ഫ്രണ്ട്സ് ആയിട്ടുള്ള ബന്ധം. സോ നിനക്ക് എന്നോട് എന്ത് വേണേലും ഷെയർ ചെയ്യാം. വിജി ഷെയർഡ് ഹെർ പെയിൻസ് ദാറ്റ് വർ ഗ്രാജുവലി ഈറ്റിംഗ് അപ്പ്. അവളുടെ വിഷമങ്ങൾ അവളെ കാർന്ന് തിന്നുമായിരുന്നു. അവളുടെ വേദനകളൊക്കെ പറഞ്ഞു. ഷീ ഷെയർഡ് ഹൗ ഷീ ഫൗണ്ട് സം ചേഞ്ചസ് ഇൻ ഹർ ഹസ്ബൻഡ് ഹരി. തൻ്റെ ഹസ്ബൻഡ് ഹരിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെല്ലാം അവൾ പറഞ്ഞു. He had been getting busy with phone all the time. Hari was an IT professional and sometimes due to the changing shifts, they never get to see each other. But during those little moments that they got to be together, Hari was not interested to be with her. പക്ഷേ ഹരി എപ്പോഴും ഫോണിൽ ബിസിയാണ്. ഹരി ഒരു IT പ്രൊഫഷണലാണ്. അവരുടെ ചേഞ്ചിങ് ഷിഫ്റ്റ്സ് കാരണം അവർക്ക് ചിലപ്പോൾ കാണാനേ സാധിക്കുന്നില്ല. എന്നാൽ ഒരു കുറച്ച് സമയം അവർ ഒരുമിച്ചായുള്ള സമയം ഹരി ബിജിക്കൊപ്പം ചെലവഴിക്കുന്നില്ല, എപ്പോഴും ഫോണിൽ ബിസിയാണ്. When this continued, one day, ഹരി വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ബി വിത്ത് ഹർ. ഇങ്ങനെ കുറച്ച് സമയമെങ്കിലും അവർ ഒരുമിച്ചുള്ളപ്പം പക്ഷേ ഹരി ഇൻട്രസ്റ്റേ ഇല്ല വിജിക്കൊപ്പം ചെലവഴിക്കാൻ. ഹി ഓൾവേസ് അവോയ്ഡഡ് ഹർ, ടോക്ട് ലെസ് ആൻഡ് ഓൾവേസ് ഇൻഡൾജ്ഡ് ഇൻ വൺ തിങ് ഓർ ദി അതർ. പക്ഷേ ഹരി എപ്പോഴും അവളെ അവോയ്ഡ് ചെയ്തു, അവളോട് സംസാരിക്കുന്നത് കുറച്ചു. എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തിൽ വ്യാപൃതരായിട്ടിരിക്കാനാണ് ഹരി എപ്പോഴും നോക്കിയിട്ടുള്ളത്. One day while she was cooking, she heard the continuous notifications of the chats on Messenger, and when she went to the room, he was smiling and chatting in his phone. ഒരു ദിവസം അടുക്കളയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജിൻ്റെ ശബ്ദം കേട്ട് പോയി നോക്കിയപ്പം ഹരി ഭയങ്കരമായിട്ട് ഫോണിൽ ചാറ്റ് ചെയ്യുവാണ്. വളരെ സന്തോഷവാനാണ്, വളരെയധികം ചാറ്റ് ചെയ്യുന്നു. Hari replied that it was his long-lost friend Arun, and therefore the sounds of thereafter the sounds of notification was not heard. Viji felt silly about herself in doubting him and continued her household chores.
ഹരി പറഞ്ഞു അത് തൻ്റെ പഴയകാല സുഹൃത്തായിട്ടുള്ള അരുണാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നോട്ടിഫിക്കേഷൻ്റെ ശബ്ദമൊന്നും കേട്ടില്ല. സോ പ്രോബബ്ലി എന്താണ്, അയാൾ നോട്ടിഫിക്കേഷൻ സൈലൻ്റ് ആക്കി വെച്ചു, അത്ര തന്നെ. വിജി ഓർത്തു ഞാൻ എന്തിനാ എൻ്റെ കെട്ടിയവനെ സംശയിച്ചതെന്ന് ഓർത്തുകൊണ്ട് അവൾ തൻ്റെ ജോലിയിൽ തുടർന്നു. When she came to the bed, he was already sleeping. When she took his phone from his hands and was about to keep aside, she happened to see some message notifications that were quite erotic. അപ്പോൾ ഹരിയുടെ അടുത്ത് വന്ന് വിജി തൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ഹരിയുടെ അടുത്ത് ഉറങ്ങാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഹരി ഓൾറെഡി ഉറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഹരി ഫോണും പിടിച്ചോണ്ടാണ് കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ ആ ഫോൺ മാറ്റി വെക്കാൻ വേണ്ടി നോക്കിയപ്പോൾ വീണ്ടും എന്തൊക്കെയോ മെസ്സേജ് നോട്ടിഫിക്കേഷൻസ് വന്നു. മെസ്സേജ് നോട്ടിഫിക്കേഷൻസ് നോക്കിയപ്പം ഇറോട്ടിക് ആയിട്ടുള്ള മെസ്സേജസ് ആണ്. അതായത് ഈ വശീകരിക്കുന്ന ടൈപ്പിലുള്ള ഇറോട്ടിക് ആയിട്ടുള്ള ഫ്ലേർട്ടി ആയിട്ടുള്ള സെക്സ്വൽ ടോക്സ് ഒക്കെയുള്ള ടൈപ്പ് മെസ്സേജസ് ആയിരുന്നു. It was a girl named Aruna, the woman who was working with Lena and Viji. അവരുടെ സർപ്രൈസിന് ലെനയുടെയും വിജിയുടെയും കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന അരുണയുടെ മെസ്സേജസ് ആയിരുന്നു ഇതെല്ലാം. All of them were mutual friends and had come Delhi during the same period of time. They used to party during the early days of their arrival, but since lockdown they had never met. ഇവരെല്ലാം ഒരുമിച്ച് ഡൽഹിയിൽ ജോലിക്ക് വന്നിട്ടുള്ളവരാണ്. ഇവരെല്ലാം ഇടയ്ക്ക് ഒരുമിച്ച് പാർട്ടി ചെയ്യാറുണ്ട്. അവർ ഫ്രണ്ട്സാണ്, ഫാമിലി ഫ്രണ്ട്സ് പോലെയാണ്, പാർട്ടിയിൽ ഒരുമിച്ച് പങ്കെടുക്കാറുണ്ട്. പക്ഷേ ലോക്ക്ഡൗൺ തുടങ്ങിയ പിന്നെ അവരങ്ങനെ തമ്മിൽ കാണാറില്ല. Lena was shocked to hear that their own friend Aruna was into ruining Viji's life. ലെനയ്ക്കും ഭയങ്കര ഷോക്കായിപ്പോയി. തങ്ങളുടെ തന്നെ ഫ്രണ്ട് അരുണയാണോ വിജിനെ ചതിക്കുന്നതെന്നോർത്ത്. Lena consoled Viji. I am as much shocked as you are, but my dear, you are not alone. I am with you as a friend, as a sister. എനിക്കും ഭയങ്കര ഷോക്കാണ്. ഇതിനെല്ലാം അരുണയാണ് ഇതിനെല്ലാം പുറകിലെന്ന് അറിഞ്ഞിട്ട് എനിക്കും ഭയങ്കര ഷോക്കുണ്ട്. പക്ഷെ നീ വിഷമിക്കണ്ട, നീ ഒറ്റയ്ക്കല്ല, ഞങ്ങളെല്ലാം നിൻ്റെ കൂട്ടത്തിലുണ്ട്. ഞാൻ നിൻ്റെ ഫ്രണ്ട് മാത്രമല്ല, ഞാൻ നിനക്കൊരു സഹോദരിയെ പോലെ കൂടിയാണ്. Everybody got problems in life. For some, the problems are much graver than that of the other. എല്ലാവരുടെയും ജീവിതത്തിൽ പ്രോബ്ലംസ് ഉണ്ട്. ചിലരുടെ കേസിൽ പ്രോബ്ലംസ് കുറച്ചും കൂടെ സീരിയസ് ആണ് മറ്റുള്ളവരെക്കാളും. I too have problems in my life. എനിക്കും ജീവിതത്തിൽ പ്രോബ്ലംസ് ഉണ്ട്. It has been 3 years that Mark and I are married, and for the very fact that I have not conceived yet, I get taunts from relatives and neighbors. ഞങ്ങൾ 3 വർഷമായി ഞാനും മാർക്കും, ലെനയുടെ ഹസ്ബൻഡിൻ്റെ പേര് മാർക്ക് എന്നാണ്, അവർ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഇതുവരെ അവർക്ക് കുട്ടികളായിട്ടില്ലാത്തതുകൊണ്ട് എന്താണ് റിലേറ്റീവ്സും നെയ്ബേഴ്സും എല്ലാം എപ്പോഴും ഇങ്ങനെ ടോണ്ടിങ് ആണ്, എപ്പോഴും ഇങ്ങനെ ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കും. ബിക്കോസ് ഓഫ് ദിസ് സ്പോക്കിംഗ് ക്വസ്റ്റ്യൻസ്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നത്. എന്താണ്, വൈ ആർ യു നോട്ട് കൺസീവിങ്, ഈസ് ദർ എനി പ്രോബ്ലം, have you consulted any doctor, whose fault it is, etc. I feel fed up to go to my home even. ലെന പറയുവാണ് എപ്പോഴും അവരുടെ ചോദ്യങ്ങൾ ഇതാണ്, എന്തുകൊണ്ട് നീ ഗർഭിണിയാവുന്നില്ല, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഡോക്ടറിനെ കണ്ടോ, ആരുടെയാണ് കുഴപ്പം, ഇതെല്ലാം സ്ഥിരം ചോദ്യമാണ്. അതെല്ലാം കാരണം തിരിച്ച് വീട്ടിൽ പോകാൻ പോലും ലെനയ്ക്ക് തോന്നുന്നില്ല. വിജി wiped off her tears and said, വിജി തൻ്റെ കണ്ണുകളൊക്കെ തുടച്ചു എന്നിട്ട് പറഞ്ഞു, അറ്റ്ലീസ്റ്റ് യു ഹാവ് എ ഹസ്ബൻഡ് ഹു കെയർസ് ഫോർ യു, ഹു അണ്ടർസ്റ്റാൻഡ്സ് യു. ഒന്നുമില്ലേലും ലെന, നിനക്ക് നിന്നെ സ്നേഹിക്കുന്നൊരു ഭർത്താവില്ലേ, നിന്നെ അവൻ മനസ്സിലാക്കുന്നില്ലേ, ദാറ്റ് മീൻസ് എ ലോട്ട് റൈറ്റ്. അത് ഒത്തിരി നിനക്ക് വലിയൊരു അനുഗ്രഹമല്ലേ. Yes, Viji, it means a lot. Don't worry, dear. Together we will find a solution to this. ലെന പറഞ്ഞു, അതെ വിജി, എനിക്ക് ഇത് ഭയങ്കര ഒരു അനുഗ്രഹം തന്നെയാണ്. നമുക്ക് ഒരുമിച്ച് ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്താം. Both of them hugged and Viji went for her duty, whereas Lena left for home. രണ്ടുപേരും കെട്ടിപ്പിടിച്ചു. വിജി തൻ്റെ ഡ്യൂട്ടിക്ക് പോയി, ലെന തൻ്റെ വീട്ടിലേക്ക് പോയി. Lena was surprised to see that her husband Mark had prepared the dinner for her. ലെന വീട്ടിൽ ചെന്നപ്പോൾ ലെന ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ലെനയുടെ ഹസ്ബൻഡ് മാർക്ക് ലെനയ്ക്ക് വേണ്ടി ഫുഡ് റെഡിയാക്കി വെച്ചിരിക്കുന്നു. They hugged and Lena thanked him for his kind gesture. ഇത്രയും നല്ലൊരു കാര്യം ചെയ്തതിന് ലെന അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ച് തൻ്റെ സന്തോഷവും നന്ദിയും അറിയിച്ചു. While they were having dinner, Mark noticed that Lena seemed quite disturbed. She was fidgeting with her fork and was lost in her thoughts. അവരിങ്ങനെ ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും മാർക്ക് ശ്രദ്ധിച്ചു ലെനയ്ക്ക് എന്തോ ഒരു മാറ്റം. ലെന ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. ഇങ്ങനെ ഫോർക്ക് വെച്ച് ചുമ്മാ ഇങ്ങനെ ഫോർക്ക് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ, ഒന്നും കഴിക്കുന്നില്ല. ഇങ്ങനെ ചിന്തകളിൽ വ്യാപൃതരായിരിക്കുന്ന പോലെ തോന്നിയ അവൾ. Upon asked about what happened, she shared everything that Viji told her. എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ മാർക്കിനോട് ലെന വിജിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു.
Mark said, "It is sad. In fact, I noticed some changes in Harry's demeanor too. One day I met Harry in the parking lounge and he was quite flirtatiously talking to someone on phone. I was surprised as Vijay and Harry were never like that, but I thought people can change and again any time, and again it's lockdown time and couples see only one another as there is no room for parties and gatherings." For മാർക്ക് പറയുവാണ്, ശരിയാണ്, ഞാൻ ഹരിയിലും ഒത്തിരി മാറ്റം ശ്രദ്ധിച്ചു. ഒരിക്കൽ ഞാൻ അവനെ പാർക്കിംഗ് ലോഞ്ചിൽ വെച്ച് കണ്ടപ്പം ഭയങ്കരമായിട്ടും ഫ്ലേർട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കുന്ന പോലെ തോന്നി. ഞാൻ വിചാരിച്ചു പക്ഷേ ഒരിക്കലും വിജിയും ഹരി അങ്ങനെ അല്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. പിന്നെ ഞാൻ ഓർത്ത ആൾക്കാർ എപ്പോൾ വേണേലും മാറാമല്ലോ. പിന്നെ ഇത് ലോക്ക്ഡൗൺ സമയം, ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിലല്ലാതെ പാർട്ടിയിലോ എങ്ങും പോകുന്നില്ല സർ. അപ്പം അങ്ങനെ ഒരു മാറ്റം അവർക്ക് വന്നതായിരിക്കാമെന്നാണ് ഞാൻ കരുതിയത്. ലെന സെഡ്, യെസ്, ഈവൻ വി ഗോട്ട് to understand each other better during this lockdown, but I am shocked that Aruna could do this to Vijay. ശരിയാണ്, നമ്മൾ ലോക്ക്ഡൗൺ സമയത്ത് ഒത്തിരി അടുപ്പത്തിലായി, നമ്മളൊന്നും കൂടെ അടുപ്പത്തിലായി. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മുടെ കൂട്ടത്തിലുള്ള അരുണയ്ക്ക് ഇങ്ങനെ വിജിയെ ചതിക്കാൻ പറ്റുമെന്ന്. Mark remarked, "I have noticed Aruna during our parties. She seemed to me an easy-going girl. When we were having our drinks, she had come near us and started talking flirtatiously. I ignored her and I moved to the other end and went to the smoking area. But from there, I saw her talking to Hari and I just scorned as to what an easy Thai girl she was." ഞാൻ ഈ അരുണനെ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ പാർട്ടികളിൽ. ഞങ്ങൾ ആണുങ്ങൾ കള്ളു കുടിക്കുന്ന സ്ഥലത്ത് അവൾ വന്നിട്ട് ഭയങ്കര ഫ്ലേർട്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ആയിരുന്നു. ഞാൻ ഇറിറ്റേറ്റഡ് ആയിട്ട് ഞാൻ മാറിപ്പോയി. ഞാൻ സ്മോക്കിംഗ് ഏരിയയിലേക്ക് പോയപ്പോൾ ഇങ്ങനെ അരുണ ഹരിയോട് സംസാരിക്കുന്ന ഞാൻ കണ്ടു. അപ്പം ഞാൻ ഓർത്ത് ഇവൾ എന്നാ ഒരു സ്ത്രീയാണ്, ഇത്രയും ഒരു പിഴച്ചു പോയ ഒരു സ്ത്രീയാണ് എന്ന് ചിന്തിച്ചു. ഈസി തായ് ഗേൾ, ഈസി തായ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സെക്സിന് സമ്മതം കൊടുക്കുന്ന എന്നുള്ള അർത്ഥം. The next day, Lena happened to pass by the ward where Aruna was working. She asked the other nurse to take care of the duty and took Aruna to the washroom and said, "Aruna, how could you do this to Vijay? We all studied together and we were working together now. How could you flirt with Vijay's husband? We were all like our one family." ഞാൻ ഒരു ദിവസം ലെന പിറ്റേ ദിവസം ജോലിക്ക് പോയപ്പം വാർഡിൽ അരുണ വർക്ക് ചെയ്യുന്ന വാർഡിൽ ചെന്നു. അവിടുന്ന് മറ്റേ സിസ്റ്ററിനെ ജോലി ഏൽപ്പിച്ചിട്ട് അരുണനെ കൂട്ടി വാഷ്റൂമിൽ ചെന്നു. എന്നിട്ട് ചോദിച്ചു, "നിനക്ക് എങ്ങനെ വിജിയോട് ഇത് ചെയ്യാൻ സാധിച്ചു? നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ, നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുമല്ലേ, നമ്മൾ ഒരുമിച്ചല്ലേ ഇവിടെ വന്നത്, നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെയല്ലായിരുന്നു, എങ്ങനെ ഇത് വിജിയോട് ചെയ്യാൻ സാധിച്ചു?" Aruna's temper went high and she said, "Arunaki ദേഷ്യം വന്നു." Aruna said, "If Hari is finding satisfaction with me, then what can I do? If Vijay could not satisfy him, then it is not my fault. I am not a person who falls for sentiments. Hari is rich and he had offered me to take me with him when he is going UK for better career prospects. He will divorce Vijay soon and will all be mine." അപ്പം അരുണയ്ക്ക് ദേഷ്യം വന്നിട്ട് അരുണ പറഞ്ഞു, അവൾക്ക് ഹരിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ഹരിയെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഹരിക്ക് എന്നെ മതിയെങ്കിൽ ഞാനെന്ത് ചെയ്യണം? ഞാൻ അങ്ങനെ സെൻറ്റിമെൻറ്റ്സിന് വേണ്ടി ഫോളോ ചെയ്യുന്ന ആളൊന്നുമല്ല. ഹരി വളരെയധികം കാശുള്ള ആളാണ്. അവൻ UK പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ വിജിനെ പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് എന്നെയും കൂടെ കൂട്ടി UK പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലെന സ്ലാപ്ഡ് ഹെർ ആൻഡ് കേഴ്സ്ഡ് ഹെർ. ലെനയ്ക്ക് ദേഷ്യം വന്നു. ലെന അവളുടെ ചെപ്പക്കുറ്റിക്കിടെ അടിച്ചു, എന്നിട്ട് അവളെ ശപിച്ചു. "Women like you will be paid by karma one day. Your beauty is not going to last long, and one day these men who are with you for your beauty will ditch you and you will learn a lesson for your whole life." ലെന പറഞ്ഞു, കർമ്മ എന്നൊരു കാര്യമുണ്ട്. കർമ്മ, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് തിരിച്ചു കിട്ടും. സോ നിന്നെ പോലത്തുള്ള സ്ത്രീക്ക് കർമ്മയിൽ നിന്നുള്ള ഫലം കിട്ടിക്കോളും. നിന്റെ ഈ സൗന്ദര്യമൊന്നും എന്നും നിലനിൽക്കാൻ പോകുന്നില്ല. നിന്റെ പുറകെ നിന്റെ സൗന്ദര്യത്തിന് വേണ്ടി വരുന്ന ഈ ആണുങ്ങൾ തന്നെ നാളെ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകും. അപ്പം നിനക്ക് ജീവിതത്തിനുള്ള ലെസൺ കിട്ടും, ജീവിതത്തിന് നീ ഒരു പാഠം പഠിക്കും. അരുണ ബട്ട് പുഷ്ഡ് ലെന ബാക്ക് ആൻഡ് വെന്റ് ടു ദ വാർഡ്. അരുണ ലെനെ പുഷ് ചെയ്തിട്ട് വാർഡിലേക്ക് പോയി ഡ്യൂട്ടിക്ക്. Vijay was falling into depression. She was trying to hold on her marriage, but with no mercy, Hari kicked her off and went UK for his better career prospects. Aruna had resigned too, and later it was heard that both of them were in a live-in relationship. Vijay പയ്യെ ഡിപ്രഷനിലേക്ക് പോകുമായിരുന്നു. അവൾ ഒത്തിരി ശ്രമിച്ചു തൻ്റെ കല്യാണത്തിനെ രക്ഷിക്കാൻ. പക്ഷെ ഒരു മേഴ്സിയും ഇല്ലാതെ ഹരി അവളെ ഉപേക്ഷിച്ചിട്ട് UK പോയി. അരുണയും റിസൈൻ ചെയ്തു പോയി. പിന്നെ കേട്ടു അവർ രണ്ടുപേരും ഒരുമിച്ച് ലിവ് ഇൻ റിലേഷൻഷിപ്പിലാണ് UK എന്ന്.
Lena and Mark took Viji to their apartment and helped her through all the harsh phases of emotions that she was going through. ലെനയും മാർക്കും വിജിയെ തങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ച് വിജിക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തു. വിജിയെ സപ്പോർട്ട് ചെയ്തു ആ സിറ്റുവേഷനിൽ. Their constant support helped her to survive the mental trauma and time slowly healed her. അവരുടെ ആ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കാണാം, എപ്പോഴുള്ള സപ്പോർട്ട് കാണാം. വിജിക്ക് ഇതൊക്കെ തരണം ചെയ്യാൻ സാധിച്ചു. സ്ലോലി വിത്ത് ടൈം, സമയം പയ്യെ അവളുടെ വേദനകൾ, അവളുടെ മുറിവുകളെയെല്ലാം മായിച്ചു. She realized that holding on to a person who don't value your love was just like pouring wine on an upside down goblet. എന്താണ്, നമ്മളെ സ്നേഹിക്കാത്ത ഒരു മനുഷ്യനെ നമ്മൾ പിടിച്ച് നമ്മളോട് ചേർത്ത് വെക്കാൻ നോക്കുന്നതെന്ന് പറയുന്നത് വൈൻ, നല്ലൊരു വൈനെ മറിഞ്ഞിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണെന്ന് അവൾ മനസ്സിലാക്കി, വിജി മനസ്സിലാക്കി. She started getting busy with her work and by her dedication in 2 years she got promoted as a head nurse. അവളുടെ ഡെഡിക്കേഷൻ കാരണം 2 വർഷം കൊണ്ട് ഹെഡ് നേഴ്സ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. Her salary increased and she continued to work in the same hospital for 2 more years. അവളുടെ സാലറി കൂടി 2 വർഷം കൂടി ഹെഡ് നേഴ്സ് ആയിട്ട് അതേ ജോലിയിൽ തന്നെ, അതേ ഹോസ്പിറ്റലിൽ തന്നെ അവൾ ജോലി ചെയ്തു. She cleared various exams and managed to go Canada. കുറേ എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്ത് കാനഡയിൽ പോകാൻ അവൾക്ക് സാധിച്ചു. Since she had experience as the head nurse, she got a good placement there and her life was settled. ഹെഡ് നേഴ്സ് ആയിട്ടോ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് അതിനനുസരിച്ച് നല്ലൊരു പ്ലേസ്മെൻറ്റ് കിട്ടി. അവിടെ നല്ല രീതിയിൽ വിജി സെറ്റിൽഡായി. Meanwhile, Mark and Lena continued to deal with the questions of near and dear ones about their infertility. അതേസമയം ലെനയും മാർക്കിനെ ഇങ്ങനെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്നു, എന്തുകൊണ്ട് പ്രഗ്നൻ്റ് ആവുന്നില്ല, അവർക്ക് കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്നതിന് എപ്പോഴും അവർക്ക് ആൾക്കാരോട് ഉത്തരം പറയേണ്ടി വന്നുകൊണ്ടിരുന്നു. People will never change. ആൾക്കാർ ഒരിക്കലും മാറുകയില്ല. No one will spare a moment where one can poke the other with intrusive questions and comments without even caring how much it would hurt the other. ആൾക്കാർക്ക് ഒരു രസമാണ് മറ്റുള്ളവരുടെ വേദനയിൽ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ ചൊറിഞ്ഞ് പുണ്ണാക്കി അവരെ വേദനിപ്പിക്കുക എന്നത് ആൾക്കാരുടെ ഒരു സുഖമാണ്. ആൾക്കാർ അതിനുള്ള ഒരു അവസരവും മുതലാക്കാതെ വിടുകയില്ല. Karma paid Hari well as Aruna ditched him and went for a European guy to get a PR. കർമ്മ ഹരിക്കിട്ട് നല്ല പണിയും കൊടുത്തു. എന്താണ്, കർമ്മ തിരിച്ചു പണിതു ഹരിക്കിട്ട്. എന്തുകൊണ്ട്, അരുണ അവനെ ഉപേക്ഷിച്ചിട്ട് ഒരു യൂറോപ്യൻ ഗൈനെ പ്രേമിച്ച് യൂറോപ്യൻ ഗൈഡ് കൂടെ പോയി. എന്തിനാണ്, PR കിട്ടാൻ വേണ്ടി, പെർമനൻറ്റ് റെസിഡൻ്റ് ആവാൻ വേണ്ടി. ഹരി വെൻറ്റ് ഇൻ ടു ഡ്രിങ്കിങ് ആൻഡ് ദെൻ ഹി വാസ് കിക്ക്ഡ് ഓഫ് ഫ്രം ഹിസ് ജോബ്. ഹരി അങ്ങനെ പയ്യെ കള്ളുകുടിച്ച് ഇതിലായി, കള്ളുകുടിയിൽ അകപ്പെട്ടു. അങ്ങനെ അവനെ ജോലിയിൽ നിന്ന് പുറത്താക്കി. He tried to get in touch with Viji. ഹരി എങ്ങനെയെങ്കിലും വിജിയുടെ വില മനസ്സിലാക്കി വിജിയിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചു. ബട്ട് വിജി ഡിഡ് നോട്ട് ലിസൺ അറ്റ് ഓൾ ടു ഹിസ് നോൺസെൻസിക്കൽ ടോക്സ്. വിജി അവൻ്റെ നോൺസെൻസ് ആയിട്ടുള്ള സംസാരത്തിൽ ഒന്നും വീണില്ല, ഒന്നും പോയില്ല. When Lena called her, she told her about how ഹരി വാസ് കോളിങ് ഹർ എവറി നൗ ആൻഡ് ദെൻ. ലെന വിളിച്ചപ്പം വിജി ലെനയോട് ഷെയർ ചെയ്തു എങ്ങനെയാണ് ഈ ഹരി എപ്പോഴും ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി. ഷി ക്ലിയർലി സെഡ് ദാറ്റ് ഷി ഡിഡ് നോട്ട് വാണ്ട് ടു ലുക്ക് ബാക്ക് ആൻഡ് ദാറ്റ് ഷി ഹാസ് ലേൺ ടു ലിവ് ഓൾ ബൈ ഹെർസെൽഫ്. വിജി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, എനിക്ക് ഒരു കാരണവശാലും ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല, ഒരു കാരണവശാലും ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. എനിക്ക് എൻ്റെ ജീവിതം ഞാൻ തന്നെ ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞു. Life can often be a bed of thorns, but being positive and marching straight help one suffer. നമ്മുടെ എല്ലാം ജീവിതം സന്തോഷം നിറഞ്ഞതാവണമെന്നില്ല. നമ്മുടെയൊക്കെ ജീവിതം ചിലപ്പോൾ ബെഡ് ഓഫ് തോൺസ് ആയിരിക്കും, എപ്പോഴും ബെഡ് ഓഫ് റോസസ് അല്ല, ബെഡ് ഓഫ് തോൺസ് ആയിരിക്കും. പക്ഷെ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ മുമ്പോട്ട് വെച്ചടി മുമ്പോട്ട് നമ്മൾ പോയാൽ നമുക്ക് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കും. So I hope you really liked this story. You can expect more stories from me. So keep in touch. Do look the YouTube for more stories like this. Okay. Thank you.